ചാക്കോച്ച അനിയത്തിപ്രാവായിട്ട് ഇനി അടുത്ത് വരുമെന്ന് തോന്നുന്നില്ല. ഇനി ഫുൾ വയലൻസ് ആയിരിക്കും. കൊള്ളാം, സൂപ്പറാ. പുള്ളിനെ അങ്ങനെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഫുൾ വയലൻസ് സൂപ്പർ ആയിട്ടുണ്ട്. ഫൈറ്റും കാര്യങ്ങളും തന്നെ, പിന്നെ ഡയറക്ഷൻ കൊള്ളാം. പടം എടുത്തിട്ട് മേക്കിങ് വേറെ ലെവലാണ് കേട്ടോ. മലയാളത്തിൽ നല്ലൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്, നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് ഈ പെൺകുട്ടികളുള്ള പെൺമക്കളുള്ള അച്ഛന്മാർക്ക് നമ്മളൊക്കെ ഇരുന്ന് കണ്ടാലേ വല്ലാത്ത ഫീലിംഗ് ഉണ്ടാകും. നല്ല പടം എന്ന് പറഞ്ഞാൽ സ്റ്റോറിയും കൊള്ളാം, മെസ്സേജൊക്കെ ഉണ്ട്. നല്ല നല്ല അടിപൊളിയായിരുന്നു. വില്ലനൊക്കെ കുറച്ച് അടിപൊളിയായിരുന്നു. ഉറപ്പായിട്ട് അങ്ങനെയും പറയാം. ഒരു പോലീസുകാരൻ്റെ ഭാഗത്ത് നോക്കിയാലും ഓക്കെയാണ്. നല്ല സസ്പെൻസ് ഉണ്ട്. അല്ല, അതിനേക്കാളും കൊള്ളാന്ന് പറയാം. ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥ കൂടുതൽ ഇമോഷണൽ സീൻസ് ഒക്കെ അതിലെടുത്ത് പറയാൻ. ചാക്കോച്ചൻ്റെ അഭിനയം അതുപോലെ തന്നെ കൊള്ളാം. നല്ലൊരു ക്ലൈമാക്സ് ഒക്കെ എല്ലാം അടിപൊളിയായി. അച്ഛൻ്റെ അത് തന്നെ, അച്ഛൻ്റെ എല്ലാ കുടുംബത്തിലും പറ്റുന്ന ഒരു സംഭവം. നല്ല പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇമോഷണൽ ത്രില്ലർ എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ സ്ക്രീൻ പ്ലേ നന്നായിട്ട് എൻഗേജിങ് ആണ്. ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് ഒരു മൊമെന്റിൽ എത്തുന്നുണ്ട്. ഭയങ്കര ഗ്രിപ്പിംഗ് ആണ് സിനിമ. പെർഫോമൻസസ് എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി പടം. ആക്ടറിൻ്റെ ആക്ടിങ് നല്ലതായിരുന്നു, അങ്ങനെ പറയാനില്ല. റിവെഞ്ച്, അച്ഛൻ്റെ രോദനം, വിഷമം, പിന്നെ ആസ് എ പോലീസ് ഓഫീസർ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എ ഗുഡ് മൂവി, ഗുഡ് ടു വാച്ച്. കൊള്ളാം, കുഴപ്പമില്ല. കുഞ്ചാക്കോവിൻ്റെ അഭിനയമൊക്കെ നല്ല ഗ്രില്ലായിട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോവിനൊക്കെ നന്നായിട്ട്, അതുപോലെ മൊത്തം മേക്കിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ വില്ലന്മാരായിട്ട് വന്ന കുറച്ച് പിള്ളേരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്, നല്ല പടം, അടിപൊളി പടം, കണ്ടുപിടിക്കാനുള്ള അടിപൊളി പടം. തുടങ്ങുന്ന മൊമെന്റ് തൊട്ട് അവസാനം വരെ നല്ല ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. നല്ല അടിപൊളി സിനിമയാണ്, ഒരു മസ്റ്റ് വാച്ച് പടം, നല്ല പടം. ശരിയാണ്. നമുക്ക് അവരുടെ ആ ഒരു ഓരോ ആക്ടിവിറ്റീസ് കാണുമ്പോൾ യുവന്മാരെ നമുക്കും കയറി അടിക്കാൻ തോന്നും, അങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ട്. ആ ഒരു സൈഡ് വില്ലന്മാരൊരു 4-5 പേരുണ്ട്, അവരുടെ പെർഫോമൻസ് ഓക്കെയാണ്. പക്ഷേ ഇതിൽ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ആളാണ് ഞെട്ടിച്ചത്. കാരണം ഇങ്ങനെ ഒരു പെർഫോം ചെയ്യുമെന്ന് തോന്നിയിട്ടില്ല. കാരണം പുള്ളിയിലെ നമ്മളൊക്കെ ഒരു ഇമേജ് ഉണ്ടല്ലോ, പുള്ളി ഒരു ചോക്ലേറ്റ് ഹീറോ, അല്ലെങ്കിൽ ഒരു ഫാമിലി ടൈപ്പ് ക്യാരക്ടേഴ്സാണ് ചെയ്തേക്കുന്നത് പുള്ളി പൊതുവെ. അപ്പോൾ പുള്ളി ചെയ്തേക്കുന്നത് ഒരു എന്താ പറയുക, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് തോന്നി. ഹെവിയാണ്, നല്ല പടം, കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെ, തീർച്ചയായും തിയേറ്ററിൽ കാണേണ്ട ഒരു പടമാണ്. നായാട്ട് വേറൊരു ജോണറാണ്. പക്ഷേ കുഞ്ചാക്കോ ബോബൻ എന്ന നടനെ നായാട്ടിൽ നമ്മൾ കണ്ടൊരു ഇതില്ലേ പെർഫോമൻസ്, അതിനേക്കാളും ഇതിൽ ഹെവിയാണ്. അതിൽ പുള്ളിക്ക് എന്ത് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു അതിനേക്കാൾ കുറേ കൂടെ പുള്ളിക്ക് അതിനേക്കാളൊക്കെ ഒരുപാട് ഇതിൽ പെർഫോം ചെയ്യാനുണ്ട്. പടം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം നായാട്ട് വേറൊരു പാറ്റേൺ ആണ്, ഇത് എൻ്റെ ഡിഫറൻ്റ് ആണ്. പക്ഷേ കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ നായാട്ടിലും ഒക്കെ നമ്മൾ കണ്ടതിനേക്കാളും കുറേ കൂടെ ഹെവിയാണ് ഇതിൽ. പോലീസ് ക്യാരക്ടേഴ്സ് പുള്ളി ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് പുള്ളിയുടെ ഈ പെർഫോമൻസ് തന്നെയാണ്. ഒരു മസ്റ്റ് വാച്ച് പടം. സൂപ്പർ സിനിമയാണ്. കുഞ്ചാക്കോവിൻ്റെ ഒരു സിംഗിൾ പെർഫോമൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഫാമിലി ഓറിയൻറ്റഡ് ആണ്. നല്ലൊരു പോലീസ് വേഷത്തിൽ കുഞ്ചാക്കോ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് അദ്ദേഹം ഒരു കഥാപാത്രത്തിൻ്റെ സ്ട്രഗ്ലിംഗ് ഒക്കെ നന്നായിട്ട് കുഞ്ചാക്കോ പെർഫോം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് പ്രിയാമണിയും അതേപോലെ തന്നെ നന്നായിട്ട് ഒരു തിരിച്ചുവരവ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. സിനിമയാണ്, മസ്റ്റ് വാച്ചിങ് ആണ്, ഫാമിലി വാച്ചിങ് സിനിമയാണ്.